ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും സ്വർണ്ണ വ്യാപാരി ബെല്ലാരി ഗോവർദ്ധനും റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. പ്രതികളെ വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിതിന് മുൻപാകെ അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, എന്താണ് ഈ രാത്രി സംഭവിച്ചത്? ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ജഡ്ജിക്ക് മുമ്പാകെ ഹാജരാക്കിയിരുന്നല്ലോ. കൃഷ്ണരാജ്, 10:00 കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത് മുൻപാകെ ഇരു പ്രതികളെയും ഹാജരാക്കിയത്. പ്രതികളെ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഏറ്റവും ഒടുവിലായി അറസ്റ്റിലാകുന്നവരാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയും സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനും. ഇരുവരെയും ഈ അന്വേഷണ സംഘം ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ കൊല്ലത്തേക്ക് എത്തിച്ചിരുന്നു. കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഈ കോടതിയിൽ നിന്നും റിമാൻഡ് ചെയ്യുകയായിരുന്നു. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ SIT ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇവരുടെയൊക്കെ തന്നെ അഭിഭാഷകരും ഇവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ അടക്കം അഭിഭാഷകർ ഇവിടേക്ക് എത്തി. അവർ മറ്റ് കാര്യങ്ങൾ കൂടെ, അതായത് നിയമപരമായി ഇവർക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ കൂടെ അവർ നോക്കുകയാണ്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇരുവരുടെയും പങ്ക് SITക്ക് വ്യക്തമായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ തന്നെ ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് ആദ്യമേ ഉയർന്നു വന്ന ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം എത്തിച്ചത് അങ്ങോട്ടേക്കാണ് എന്നുള്ളതാണ്. എന്നാൽ ആദ്യം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് ഇതൊക്കെ തന്നെ പറയുന്നത് എത്തിച്ചത് ചെമ്പായിരുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷേ അതിലൊക്കെ തന്നെ ഒരു വ്യക്തത വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് അത് എന്താണ് കുറ്റമെന്നുള്ളത് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചതിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത് അതിലൊരു ഭാഗം സ്മാർട്ട് ക്രിയേഷൻസ് എടുക്കുകയും പിന്നീട് ബാക്കിയുള്ള സ്വർണം, അതായത് 1/2 കിലോയോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത് ആ സമയത്ത്. അത് ഒക്കെ ഗോവർദ്ധനിലേക്ക് കൂടെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. ഗോവർദ്ധൻ്റെ ഒരു സ്റ്റാഫ് അവിടേക്ക് എത്തുകയും അത് കവറിലാക്കി കൊണ്ടുപോയി എന്നുള്ള വിവരമൊക്കെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘത്തോടൊപ്പം ഇപ്പോൾ ഈ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും പോയിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. അതേസമയം തന്നെ നിലവിൽ അറസ്റ്റിലായ പ്രതികളുടെ റിമാൻഡ് കാലാവധിയും നീട്ടി നൽകുന്നുണ്ട്.